ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എയർ ഫ്രയറിൽ നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ഞാൻ സവോള എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കരിയാപ്പല എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകം, പിന്നെ ചിക്കൻ മസാല കുറച്ച്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച്, വളരെ കുറച്ച്. ഇനി നമുക്ക് മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർക്കാം. തൈരിന് പകരം നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ മാഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എണ്ണ ചേർക്കുകയാണെങ്കിൽ ഡ്രൈ ആവാതിരിക്കും ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അതുപോലെ നമ്മളൊരു ഹാഫ് ആൻ അവർ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും ഒരു ഹാഫ് ആൻ അവർ വെക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഹാഫ് ആൻ അവർ വെച്ച ചിക്കൻ ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റാം. അത് ഞാൻ ഇവിടെ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ചിക്കൻ എല്ലാം കൂടെ എയർ ഫ്രയറിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ എല്ലാം എയർ ഫ്രയറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതിന് അധികം സമയം വേണ്ട. ഒരു വശം വേകാനായിട്ട് 10 മിനിറ്റ്സിലും താഴെ മതി സമയം. ഞാനിവിടെ 10 മിനിറ്റ്സ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് വെക്കുവാണ് ഒരു വശം വേകാനായിട്ട് കേട്ടോ. നോർമൽ ചിക്കൻ ആണെങ്കിൽ, ബോണൊക്കെ ഉള്ള ചിക്കൻ ആണെങ്കിൽ 180 ഡിഗ്രി വേണേ. അപ്പം ഞാനിവിടെ ബോൺലെസ് ആയതുകൊണ്ട് 160 വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താ കുറഞ്ഞു പോയെന്ന്. അപ്പം ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതലും കുറവുമായിട്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു വശം വേകാനായിട്ട് 10 മിനിറ്റ് എടുത്തു, മറിച്ചിട്ടു. അടുത്ത വശം വേകാനും 10 മിനിറ്റ് എടുത്തു. ഏകദേശം ഒരു 20 മിനിറ്റിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നോക്കി, ചിക്കൻ ഒന്നും ഡ്രൈ ആയിട്ടില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ എണ്ണ കുറച്ച് ചേർത്തത് കൊണ്ടാണ്. നമുക്കറിയാം എണ്ണ ഭയങ്കര മോശമാണ് നമ്മുടെ ഹെൽത്തിന്. ഡോക്ടർമാർ പോലും പറയുന്ന എണ്ണ ഒഴിവാക്കണമെന്ന്. പക്ഷേ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഡീപ് ഫ്രൈ അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ. അപ്പം നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചിക്കൻ ഫ്രൈ വീട്ടിലൊന്ന് പരീക്ഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.